ഹായ്, ഇന്ന് നമ്മൾ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് ചെയ്യുന്നത്. പുറത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കിട്ടുന്ന ആ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, ഏകദേശം അതിൻ്റെ അതേ ടേസ്റ്റ് വരുന്ന ഒരു ഡ്രിങ്ക് ആണ് ചെയ്യുന്നത്. ലൈം വെച്ചിട്ടാണ് ഈ ഒരു വെൽക്കം ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ചു തരണം. നിങ്ങൾ അയക്കേണ്ട മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിപ്പം ഒരു ഓറഞ്ച് എടുത്തിട്ടാണ് ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് മുസമ്പി എടുത്താലും മതിയാവും. ഇത് 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്കിൻ ഉണ്ടല്ലോ, അത് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഒഴിവാക്കിയ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് ചേർക്കുമ്പം കയ്പ്പ് രസം ഉണ്ടാവും. ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ താഴോട്ടങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ ആ ഒരു വെള്ള കളറുള്ള ഭാഗം ഇതിലേക്ക് വരും. ആ ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രം വന്നാൽ മതി. കുറച്ചേ വേണ്ടൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അടിക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ജ്യൂസ് മാത്രം എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി നമ്മുടെ വെൽക്കം ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിൽ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ ജ്യൂസാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെൽക്കം ഡ്രിങ്കിനുള്ള അളവാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് ജ്യൂസ് ഉണ്ടാവും. 2 പുതിനേൻ്റെ ഇല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൻറ്റിൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങളെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടാണെങ്കിൽ ഉപ്പിട്ടിട്ടും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരു 2 നുള്ള് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കട്ടിയോടെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണല്ലോ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കും. നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഞാൻ തണുത്ത വെള്ളമാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ജ്യൂസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നാട്ടിലിപ്പോൾ നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ലൈം ജ്യൂസാണിത്. പിന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ജ്യൂസും കൂടിയാണ്. പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്